ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മോള് കൂടി ഒപ്പിട്ടാലേ നിയമപരമായി വേർപിരിയാൻ പറ്റൂ. അമ്മ ചെയ്യുന്നത് തെറ്റാ അമ്മ. വിട്ടുകൊടുക്കാനുള്ള മനസ്സ് ഒരാളെ കാണിച്ചാല് എല്ലാം തട്ടിപ്പറിക്കുന്നത് ശരിയാണോ? അമ്മ പറഞ്ഞ വാക്കുകള് അമ്മയുടെ മോൻ അനുസരിച്ചു. അമ്മയ്ക്ക് ചോദിക്കാൻ കണക്കുകൾ ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ടാവും ആ പാവം അങ്ങനെ ചെയ്തേ. പാവോ? എന്റെ മകനെ കുറിച്ച് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്? നോക്കുമോളെ, നിന്നോട് തർക്കിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നും എപ്പോഴും അമ്മ പറയുന്നത് നീ കേൾക്കാറുണ്ടല്ലോ. ഇതുകൂടി ഇല്ലമ്മേ, ഞാൻ ഒപ്പിടില്ല. നിത്യ, എനിക്ക് വേണ്ടത്ത ഡിവോഴ്സ് അമ്മ പിടിച്ചു വാങ്ങിക്കുന്ന എന്തിനാ? ഞാൻ അമ്മയോട് വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. എന്നെ താലി കെട്ടിയ പുരുഷന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. അത് തട്ടിമാറ്റാൻ അമ്മ 1000 കാരണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം എന്റെ മുന്നിൽ കാണിച്ചു തരാൻ അമ്മയ്ക്ക് പറ്റിയോ? മറിച്ച് ജീവൻ മാറിയതിന്റെ 100 തെളിവുകൾ ഞാൻ അമ്മയ്ക്ക് കാണിച്ചാലും അമ്മ വിശ്വസിക്കില്ല. അങ്ങനെയാണോ ഒരു അമ്മ ചെയ്യേണ്ടത്? ഒരുപാട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് വേറെ ഒരു മാർഗവും ഇല്ല. പക്ഷെ നിന്നെ അവന് കൊല്ലാനായി എറിഞ്ഞു കൊടുക്കില്ല എന്നത് എന്റെ തീരുമാനമാണ്. കൊല്ലൊന്നും അമ്മയോട് ആരാ പറഞ്ഞേ? ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ആ മനുഷ്യ കരഞ്ഞൊരു കരച്ചിലുണ്ട്. അത് ഞാൻ ബോധത്തിലാണെന്ന് കരുതിയിട്ടല്ല. അന്ന് പറഞ്ഞ ഓരോ വാക്കുകളും എന്റെ നെഞ്ചിൽ കുത്തി കയറുന്നുണ്ട്. അതൊക്കെ ഞാൻ മറക്കാമേ. അമ്മ പറയുന്നത് പോലെ ജീവൻ തെറ്റുകാരനാണെന്ന് അമ്മ എനിക്ക് കാണിച്ചതാ. നിന്നോടതില് ഒപ്പിടാനാ ഞാൻ പറഞ്ഞത്. ഇല്ല, പിരിയാനുള്ള കാര്യം വ്യക്തമായി ബോധ്യപ്പെടാതെ ഞാൻ ഒപ്പിടില്ല, ഒപ്പിടില്ല, ഒപ്പിടില്ല. അവസാനം നീ എന്നെ കൊണ്ടിത് ചെയ്യിച്ചല്ലോ മോളെ. നിന്നെ ഒന്ന് തൊട്ട് നോവിക്കാൻ പോലും ഒരാളെ സമ്മതിക്കാത്തവളാ ഞാൻ. എന്നിട്ട് എന്റെ കൈ കൊണ്ട് അമ്മ തല്ലിക്കും. അതല്ലെങ്കിലും ജയിക്കാൻ തീരുമാനിച്ചവരൊക്കെ തല്ലി ഒതുക്കിയല്ലേ ചെയ്യാറ്. അമ്മ കൂടി ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു പ്രതീക്ഷ. അതും പോയല്ലോ. വേണ്ട, നിന്റെ സംസാരം കേട്ട് എനിക്ക് എന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല.